പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നീലാംബരിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവാണ് അന്ന് സംഭവിച്ചിരിക്കുന്നത്. കസ്തൂരിയുടെ അവിടെ റെയ്ഡ് നടന്നുവെന്നും എല്ലാ ഭിക്ഷക്കാരെയും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി എന്നുമുള്ള കാര്യം പരുന്തു വന്ന മേരിയോടും മേരിയുടെ അച്ഛനോടും പറഞ്ഞതിനെ തുടർന്ന് മേരി ഉടൻ തന്നെ ചാക്കോയെ അന്വേഷിച്ച് പോകണമെന്നും അവനെ രക്ഷിക്കണമെന്നും അപ്പനോട് പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മേരിക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാകുന്ന ഇരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അന്വേഷിക്കുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തിയ അവർ മേരിയോട് ചാക്കോയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നും അവിടേക്ക് കയറ്റിവിടാൻ പോലും പോലീസുകാർ സമ്മതിച്ചില്ല എന്ന് വ്യക്തമാക്കുകയും ചാക്കോ ഇനി ഒരുപക്ഷെ പോലീസിന്റെ കയ്യിൽ പെട്ടിട്ടില്ല എങ്കിൽ കസ്തൂരിയുടെ സഹായികൾ അവനെയും കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് മേരിയെ തകർത്ത് കളഞ്ഞതിനെ തുടർന്ന് മേരി വീടിനുള്ളിലേക്ക് കയറിപ്പോയി കരയുന്നു. എന്നാൽ ഇതേ സമയം ചാക്കോയെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി കസ്തൂരിയുടെ സഹായികൾ നീങ്ങുന്നു. പക്ഷേ അവിടെ നിന്നും പോകുന്നതിന് ചാക്കോയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ താൻ എതിർത്തിട്ട് യാതൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ചാക്കോ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഇതേ സമയം സത്യങ്ങളെല്ലാം ടെസി പറഞ്ഞ് അറിയാൻ ഇടയാകുന്ന സണ്ണി വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ജിനി സണ്ണിയെ ചെന്ന് കാണുകയും സണ്ണിയോട് തന്റെ അപ്പൻ അറിയാതെയായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും സ്ത്രീധനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് സണ്ണി നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് പറയുകയും തനിക്ക് നൽകിയ സ്വർണത്തിന്റെയും മറ്റു കണക്കുകളുമൊക്കെ ആലോചിച്ചുകൊണ്ടാകാം സണ്ണിക്കും ഇങ്ങനെയൊക്കെ ലഭിക്കട്ടെ എന്ന് വർക്കി ആലോചിച്ചത് എന്നുള്ള കാര്യം കേൾക്കുന്നത് സണ്ണിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. പക്ഷേ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സണ്ണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്നത് കാണുന്നത് ബേബിയെയും അതുപോലെ തന്നെ ജിനിയെയും സന്തോഷിപ്പിക്കുന്നു. എന്തായാലും ഈ വിവാഹം ഏറെക്കുറെ പൊളിഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടാകുന്നു. എന്നാൽ ഇതേ സമയം നീലാംബരി തന്റെ സുഹൃത്തിനെ ചെന്ന് കാണുകയും ഇനിയും തനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ചാക്കോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന സുഹൃത്ത് തൽക്കാലത്തേക്ക് ഒരു ജോലിയാണ് മുഖ്യമെന്നും അതിനുവേണ്ടി എന്റെ കൂടെ വരാനും പറയുന്നു. ഇതേ തുടർന്ന് ജോലിയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നീലാംബരി വീണ്ടും പഴയ ജോബ് കൺസൾട്ടൻസി സെന്ററിലെത്തുന്നു. ഒടുവിൽ ഒരു വട്ടം കൂടി വിട്ടുവീഴ്ച ചെയ്യുന്നതിനായി അവിടത്തെയാൾ തയ്യാറാവുകയും നീലാംബരിക്ക് പാർത്ഥസാരഥി എന്നയാളുടെ അഡ്രസ് നൽകിയതിനു ശേഷം അവിടെ ചെന്ന് കാര്യങ്ങൾ നോക്കിക്കൊള്ളാൻ തയ്യാറാണ് എങ്കിൽ പോയിക്കൊള്ളാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റു വഴികൾ മുൻപിൽ ഇല്ലാത്തതിനെ തുടർന്ന് ഒടുവിൽ പാർത്ഥസാരഥിയുടെ ജീവിതത്തിലേക്ക് നീലാംബരി വന്നു കയറുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.